ഹിമാചൽ പ്രദേശിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ട്രെയിൻ യാത്ര അതാണ് കൽക്കയിൽ നിന്ന് ഷിംലയിലേക്കുള്ള ഈ ഒരു ടോയ് ട്രെയിൻ യാത്ര. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഈ ഒരു ട്രെയിൻ റൂട്ടിൽ മലനിരകളും 100ലധികം ടണലുകളും വളവുകളൊക്കെ കടന്നിട്ട് വേണം നമുക്ക് ഷിംലയിലേക്ക് എത്താൻ. ആ ഒരു ട്രെയിനിലൊരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള ട്രെയിൻ ടിക്കറ്റ് ഉണ്ടല്ലോ, അത് ഇവിടെ എത്തിയപ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ട്. ഭയങ്കര രസമാണ്, സീറ്റൊന്നും ഇല്ല. ഇവര് സീറ്റ് തരാന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് കയറിയിട്ടുണ്ട്. എന്തായാലും കയറി നോക്കട്ടെ. ഇവിടെ രണ്ടാൾക്കാർ വെൽഡ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായി? അപ്പോൾ നമ്മൾ കൽക്ക റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. കൽക്ക റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ടോയ് ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ ഷിംലയിലേക്ക് പോവാണ്. കുറേ കാലത്തെ ഒരു ആഗ്രഹം കേട്ടോ. നമ്മൾ മണാലിയിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപുള്ള ഒരു ആഗ്രഹമാണ് ഈ കാണുന്ന ടോയ് ട്രെയിനിൽ കയറിയിട്ട് ഷിംലയിലേക്ക് പോകാന്നുള്ളത്. വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ടോയ് ട്രെയിനൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് ഒരുപാട് ടോയ് ട്രെയിൻസ് ഇവിടെ ഉണ്ട്. ഇതാണ് ഹിമാലയൻ ക്യൂൻ എന്ന് പറയുന്ന പഴയ ഒരു ട്രെയിനായിട്ട് ഉള്ളത്. ഇവിടുന്ന് 11:55 കൽക്കയിൽ നിന്ന് പുറപ്പെടുന്നത്. ട്രെയിൻ ടിക്കറ്റൊക്കെ കിട്ടിയിരുന്നു, പക്ഷേ അത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഇവിടെ വന്ന് ചെറിയ നമുക്ക് അറിയാലോ, അതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ ഷിംലയിലേക്ക് പോവാണ്. ആക്ച്വലി എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ട ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ ആക്ച്വലി ദുബായിൽ നിന്ന് ഡയറക്റ്റ് ഡൽഹി വന്ന്, ഡൽഹിയിൽ നിന്ന് നമ്മൾ വീണ്ടും അമ്പല സ്റ്റേഷനിൽ വന്ന്, പിന്നെ അവിടെ നിന്ന് കൽക്ക വരെ വന്നിട്ട് കൽക്കയിൽ നിന്നാണ് നമ്മൾ ടോയ് ട്രെയിൻ കയറി പോകുന്നത്. അതായത് രാവിലെ മുതൽ ഈ ഒരു ടൈം വരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിച്ച് വേറെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിശപ്പുണ്ട്, നല്ല രീതിയിൽ ടയേർഡും ഉണ്ട്. 7 अप दिएगा, 7 अप किधर से मिलेगा? नहीं पा रहा। 7 अप दियो, 7 अप जल्दी दियो ट्रेन जाएगा तुम। मुश्किल लाइन कितना है? 40 मतलब अभी जाएगा? नहीं जाएगा ना? थैंक यू जी. കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ മണാലി എന്നൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു ആഗ്രഹം കേട്ടോ, ഷിംലയിൽ വന്നിട്ട് ഈ ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്. 12 വർഷത്തിന് ശേഷം ഇന്നാണ് നമുക്ക് ആ ഒരു ആഗ്രഹം പൂവണിഞ്ഞത്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കൽക്കയിൽ നിന്ന് ഷിംലയിലേക്ക് പോകുന്ന അവസാനത്തെ ട്രെയിൻ. അതായത് ഒരു ദിവസം 4-5 ട്രെയിനൊക്കെ സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ദിവസവും രാവിലെ 11:55 കൽക്കയിൽ നിന്ന് ലാസ്റ്റ് ട്രെയിൻ ഷിംലയിലേക്ക് പോകുന്നത്. ആ ട്രെയിനായിട്ടുള്ള ഹിമാലയൻ ക്യൂനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടോ. ആ ദിവസത്തെ അവസാനത്തെ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട്. തിക്കും തിരക്കും നിറഞ്ഞിട്ടുള്ള ഒരു യാത്ര തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ടിക്കറ്റ് റിസർവ് ചെയ്ത് വെച്ചാലും ഇല്ലെങ്കിലും തിക്കും തിരക്കും നിറഞ്ഞിട്ട് നിങ്ങൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ടിക്കറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിപ്പോയി. ഒരു 2 മന്ത് മുൻപൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉണ്ടായിരുന്നത്. ഒരു 35-40 ആ റേഞ്ചിലായിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു രാവിലത്തെ ടൈമിംഗ് ഒക്കെ നോക്കുമ്പോൾ 4-5 വരെയൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും ടിക്കറ്റ് അവർ ക്ലോസ് ആയി. ആകെ സങ്കടമായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ ലോക്കൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാന്ന് പറഞ്ഞു. ലോക്കൽ ടിക്കറ്റ് നമ്മൾ എടുത്തത് 35 രൂപയാണ് ഒരാൾക്ക്. അതെടുത്ത് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ പോയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. പ്രായമായ ഉമ്മ ഇവരെല്ലാവരും കൂടിയിട്ട് ആ തിക്കും തിരഞ്ഞ യാത്ര നമുക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ TTRോട് പോയിട്ട് ചോദിച്ചു എന്തെങ്കിലും ടിക്കറ്റ് കിട്ടാൻ ഓപ്ഷൻസ് ഉണ്ടോ. അങ്ങനെ TTR ഫുള്ളാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആളിനോട് മാറ്റി ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും കമ്പാർട്ട്മെന്റിൽ കയറി ടിക്കറ്റ് ഞാൻ ഒപ്പിച്ചുതരാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് TTR ഞങ്ങൾക്ക് വേണ്ട 4 ടിക്കറ്റ് മുപ്പര് പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണോ ടിക്കറ്റിന്റെ യഥാർത്ഥ പ്രൈസ് ആ പ്രൈസിന് തന്നെയാണ് വാങ്ങിയത്, അല്ലാതെ കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ട്രെയിനിൽ കയറിയത്. ഇപ്പോൾ നമ്മൾ ഏകദേശം അരമണിക്കൂർ യാത്ര അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടി ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം 5 മണിയാകുമ്പോഴാണ് നമ്മളവിടെ. നമ്മൾ 12:30 കയറിയിട്ട് 5-5:30 ആകുമ്പോൾ, അതായത് ഏകദേശം 5 മണിക്കൂർ യാത്ര വേണ്ടി വരുന്നതാണ്. എത്ര പാടുപെട്ടിട്ട് തയ്യുണ്ടാക്കി പിടിപ്പിക്കുക, നനച്ചിട്ടും കഞ്ഞിവെള്ളം വെച്ചിട്ടും മക്കളെ നോക്കണവർ നോക്കിയിട്ടാ. ഉമ്മാക്ക് ഇവിടെ വേപ്പ് കുറെ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ട് കേട്ടോ. കുറെ വേപ്പ് തൈ കാണാണ്ട് പറഞ്ഞത്. നമ്മൾ
കൽക്കയിൽ നിന്ന് ഷിംലയിലേക്കുള്ള ഈ ഒരു ട്രെയിൻ റൂട്ടിന്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 125 വർഷത്തെ ഒരു പഴക്കമുണ്ട് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അതായത് 1903 ഈ ഒരു റെയിൽവേ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ബ്രിട്ടീഷുകാരുടെ ഒരു സമ്മർ ക്യാപിറ്റലായിട്ടാണ് ഷിംല അറിയപ്പെടുന്നത്. അതായത് അന്നത്തെ കാലത്ത് ഇവർക്ക് ഷിംലയിലേക്ക് ബൈ റോഡൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ കൽക്കയിൽ നിന്ന് ഷിംലയിലേക്ക് ഈ ഒരു ട്രെയിൻ റൂട്ട് 125 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിർമ്മിച്ചെന്നുള്ളത് കേട്ടോ. ഏകദേശം നമുക്ക് 102 ടണലുകളും അതുപോലത്തെ 864 ബ്രിഡ്ജുകളാണ് ഈ റൂട്ടിൽ അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഹയസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് താരാദേവി സ്റ്റേഷൻ തന്നെയാണ്. चाय पीने पानी पानी पूरी बेल पूरी मसाला पूरी है गरम मैगी खाना गरम चावल छोले पूरी छोले गरम खाना मैगी गरम मैगी चाय चाय യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഈ ഒരു സ്ഥലം പ്രഖ്യാപിക്കപ്പെട്ടത്. നമുക്ക് ഏകദേശം 5.25 മണിക്കൂറാണ് യഥാർത്ഥത്തിൽ യാത്ര വേണ്ടി വരുന്നത്. മൊത്തത്തിൽ 96 കിലോമീറ്റർ ഉള്ളെങ്കിൽ പോലും നമുക്ക് ഏകദേശം 5.25 മണിക്കൂർ യാത്ര വേണ്ടി വരുന്നുണ്ട്. കാരണം ഹില്ലായതുകൊണ്ട് തന്നെ മിനിമം സ്പീഡ് 30-20 ആ റേഞ്ചിലൊക്കെയാണ് ചില സ്ഥലത്ത് പോകുന്നത്. കൽക്കയിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഷിംല വരെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 18 സ്റ്റേഷനാണുള്ളത്. അതിൽ എല്ലാ സ്റ്റേഷനിലും എല്ലാ ട്രെയിനുകളൊന്നും നിർത്താറുമില്ല. ട്രെയിൻ മുന്നോട്ട് പോകുന്തോറും സ്നോ ഉള്ള ഒരു സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പൈൻ മരങ്ങളും മലനിരകളും പർവ്വതങ്ങളും പിന്നെ മേഘങ്ങൾ കടന്നു പോകുന്ന ടണലും അങ്ങനെ 5.5 മണിക്കൂറോളായിട്ടോ നമ്മൾ ഈ ട്രെയിനിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5.5 മണിക്കൂർ. ഈ റൂട്ടിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേഷൻസിന്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ധർമ്മപൂർ, സോളൻ, കണ്ടഗട്ട്, സമ്മർ ഹില്ല്, അങ്ങനെയുള്ള 4 മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റേഷൻസ് ആയിട്ട് ഇവിടെ ഉള്ളത്. ഷിംലയിൽ ഈ ഒരു ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടൈം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് സ്നോ ഉള്ളൊരു സമയത്ത് ഇതുവഴി യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ ഒക്കെ നമുക്ക് പോണ വഴിക്ക് കാണാൻ പറ്റും. നല്ലൊരു വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർച്ച് മുതൽ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളുണ്ടല്ലോ, ഈ ഒരു 4 മാസത്തിലാണ് ഒരു പ്ലസന്റ് വെതർ ഉണ്ടാവുക. അതായത് മഞ്ഞ് വലിയ രീതിയിൽ ഉണ്ടാവില്ല, എന്നാൽ നല്ല രീതിയിൽ ചൂടും കാര്യങ്ങളും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വെതർ ആയിരിക്കും. ഇനി ഒരു സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഓട്ടം സീസൺ ഉണ്ടല്ലോ, ആ ഒരു ഇല പൊഴിയുന്ന സീസണാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇനി നിങ്ങളൊരു ജൂലൈ മുതൽ ഓഗസ്റ്റിലുള്ളൊരു ടൈമാണ് കുറച്ച് ഡിഫിക്കൽട്ടുള്ളൊരു ടൈം. ആ സമയത്ത് നല്ല രീതിയിൽ റെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഈ റൂട്ടിൽ കാരണം സംഭവിക്കാറുണ്ട്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റൂട്ടിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഈ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം? വളരെ ഈസിയാണ്, വളരെ ഡിഫിക്കൽട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ IRTCയുടെ വെബ്സൈറ്റിലോ അവരുടെ അപ്ലിക്കേഷനിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു 2 മന്ത് മുൻപെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ജനറൽ ബുക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങളൊരു ചെയർ കാർ ബുക്ക് ചെയ്യുക. ചെയർ കാർ ആകുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 450 മുതൽ 500 രൂപയാണ് ചാർജ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. മറ്റത് ജനറൽ ആകുമ്പോൾ നിന്നിട്ടും തിക്കും തിരക്കിയിട്ടൊക്കെ നിങ്ങൾ പോകേണ്ടതായി. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്ലാസ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് നിരക്കി വരുന്നത്. നിങ്ങൾക്ക് ഏകദേശം 5.25 മണിക്കൂറാണ് യാത്ര വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങി കയ്യിൽ വെക്കുക. നമ്മൾ ഷിംലയിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ ഷിംല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു നീണ്ട 6 മണിക്കൂർ യാത്രക്കൊടുവിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഷിംല
ഈ ബോർഡ് ഇങ്ങനെ മഞ്ഞത്ത് നിൽക്കുന്നത് എപ്പോഴോ കണ്ടിട്ടുണ്ട്. मेमोरी फुल है तो मेरा बना रहे हो जॉब है ना, वहीं से बनाते हैं बनाते ऐसे ही है. आप केरला से सर? केरला से. केरला? हाँ. मैंने देख के ही बताया केरला से. किधर से? शिमला इज फर्स्ट टाइम? फर्स्ट टाइम. ओके. हाउ मेनी डेज शिमला स्टे? 1 day 2 day? 2 day. 2 day. बैक टू मनाली? या. ओके. इधर से बस मिलेगा मनाली को? इधर से बस में. ഷിംലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് അവരോട് പിക്ക് ചെയ്യാൻ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂലീസിനെ കിട്ടും, അവരെയൊക്കെ സാധനം കൊടുക്കാൻ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ കേട്ടില്ലേ, ആ താഴത്തുനിന്ന് ആണ് നമ്മൾ എന്ത് ചെയ്ത് ഇത്രയും മുകളിലോട്ട് കയറിയത്. ആ കാണുന്ന ട്രാക്ക് ഉണ്ടല്ലോ, ആ ട്രാക്കിൻ്റെ അവിടെ നിന്നാണ് നമ്മളിവിടെ കയറിയത്. അപ്പം അത്രയും ഹൈറ്റിൽ കയറിയിട്ടാണ് നമ്മളെന്ത് ചെയ്തത് ഇവിടെ എത്തിയത് കേട്ടോ. ഇവിടുത്തെ ഒരു കാര്യം ഭയങ്കര രസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോസിലോ അതിലൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ജസ്റ്റ് പറഞ്ഞു തരികയാണ്. നമ്മൾ മണാലിയോ കാശ്മീരോ ഒക്കെ പോയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് ഒരിക്കലും ഷിംല കമ്പയർ ചെയ്യാതിരിക്കുക. ഷിംല ഈസ് ദ ഹിൽ സ്റ്റേഷൻ, അതായത് ഒരു ഒടുക്കത്തെ കുന്നും മലയുള്ള സ്ഥലമാണ്, അത്രയും ഹൈറ്റിൽ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കയറാനുണ്ട് ഇറങ്ങാനുണ്ട്. നമ്മളൊരു റൂം എടുത്താൽ പോലും, ഇനി അതല്ല നമ്മളൊരു ലഗേജ് എടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് പോകണമെന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഹൈറ്റിൽ കയറണം. പ്രായമുള്ള ആൾക്കാർക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമല്ല. ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഇനി നമ്മുടെ ഹാൻഡ് ബാഗും നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടുന്ന് കൂലീസിനെ വിളിക്കാം. കൂലീസിന് 50 or 100 കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അവരത് എടുത്തിട്ട് മുകൾക്ക് കയറ്റി തരും. അവർക്ക് സ്ഥിരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവരത് കറക്റ്റ് ചെയ്തു തരും. ഷിംലയിലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമ്മളൊന്ന് മുകളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്കത് ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്കും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കയറ്റാണ്. അതുകൊണ്ട് ഞാൻ ഷിംല ഒരിക്കലും ഫാമിലിക്ക്, അതായത് പ്രായമുള്ള ആൾക്കാരായിട്ടുള്ള യാത്ര ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല.